വിക്കി കൗശൽ നായകനായി അഭിനയിച്ച ഛാവ എന്ന ചിത്രം. ആ ചിത്രം കാണാനായി ഞാൻ ഫെബ്രുവരി 14 റിലീസ് ദിവസം തന്നെ കാണണമെന്ന് വിചാരിച്ചതാണ്. ആദ്യം ഞാൻ ഈ ബുക്കിംഗ് ഓപ്ഷൻസൊക്കെ നോക്കിയപ്പോൾ തിയേറ്ററുകൾ വളരെ കുറവാണ്. അതും ഉള്ളത് വളരെ ചെറിയ തിയേറ്ററുകളിലൊക്കെയാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ മൂവി കാണുമ്പോൾ വലിയ തിയേറ്ററിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാം ചെറിയ തിയേറ്ററാണ്. പിന്നെയാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇപ്പോൾ വിക്കി കൗശലാണല്ലോ ആ സിനിമയിലെ നായകൻ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആൾ കുറവായിരിക്കും എന്നുള്ള ഒരു മുൻധാരണയുടെ പേരിലായിരിക്കണം ഒരുപക്ഷെ തിയേറ്ററുകൾ വളരെ ചുരുക്കം സ്ക്രീനുകളിലെ സിനിമയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രീനുകളിലെ സിനിമയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ മൂവി വലിയ സ്ക്രീനിൽ കാണുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഛാവ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ട പേരും പ്രശസ്തിയൊക്കെ കിട്ടുന്നുണ്ട്. അതിലെ വിക്കി കൗശലിൻ്റെ അഭിനയത്തെക്കുറിച്ചും അതിനേക്കാൾ ഉപരിയായി ഔറംഗസേബ് ചെയ്ത അക്ഷയ് ഖന്നയെക്കുറിച്ചുമൊക്കെ വലിയ അഭിപ്രായങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഛാവ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്ന AR റഹ്മാനാണ്. AR റഹ്മാൻ ഹിസ്റ്റോറിക്കൽ മൂവി ചെയ്യുമ്പോൾ AR റഹ്മാൻ്റെ ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. 100% ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് തന്നെ ആയിരിക്കും AR റഹ്മാൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഛാവ വളരെ താമസിച്ചാണ് കാണാൻ കഴിഞ്ഞെങ്കിലും നല്ലൊരു സിനിമ ആണ് ഛാവ എന്ന ചിത്രം. 2 പിന്നെ ബേഡിയ എന്ന ചിത്രം, ഇങ്ങനെ കുറേ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ദിനേശ് വിജയനാണ് ഈ സിനിമയുടെ നിർമ്മാതാവ്, ഛാവ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. അത് മാഡോക് ഫിലിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. ബേഡി ആയാലും സ്ത്രീ 2 ആയാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ക്വാളിറ്റിയുള്ള ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഛാവ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അദ്ദേഹം വളരെ കണ്ടൻറ്റ്, സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ കാര്യമായി തന്നെ അത് മനസ്സിലാക്കിയ ശേഷം സിനിമ എടുക്കുന്ന ഒരു നിർമ്മാതാവാണ് ഈ ദിനേശ് വിജയൻ എന്ന് പറയുന്ന മാഡോക് ഫിലിംസിൻ്റെ ഉടമ. അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരന്മാരിൽ ഒരാളായ ഒരു വ്യക്തിയാണ്, ഒരു രാജാവാണ് ഔറംഗസേബ് എന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ ക്രൂര പ്രവൃത്തികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാവൂ. എങ്കിലും അത് വളരെ മനോഹരമായി തന്നെ ഈ ചിത്രത്തിൽ, ഛാവ എന്ന ചിത്രത്തിൽ അക്ഷയ് ഖന്ന അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അക്ഷയ് ഖന്ന എന്ന് പറയുന്ന വ്യക്തി 90കളിലൊക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അങ്ങേയറ്റം വിലസിയ ഒരാളാണ്. പക്ഷേ ചില ലോബികൾ കാരണം അക്ഷയ് ഖന്നയുടെ കരിയറിൽ വൻ വീഴ്ചകൾ വരികയും അക്ഷയ് ഖന്ന പതിയെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അക്ഷയ് ഖന്ന. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു അത്യുജ്വല റോളാണ് ഈ ഛാവ എന്ന ചിത്രത്തിലെ ഔറംഗസേബിൻ്റെ റോൾ. അത് അദ്ദേഹം അത്രയും വളരെ മനോഹരമായി തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. ഛാവ എന്ന വിക്കി കൗശലിൻ്റെ ചിത്രം വരും ദിവസങ്ങളിൽ ഒരു മെഗാ ഹിറ്റ് സിനിമയായി തന്നെ മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ ഇടയ്ക്ക് വന്ന ഹിസ്റ്റോറിക്കൽ മൂവീസ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2020 ശേഷമൊക്കെ വന്ന പല സിനിമകളും, അതിൽ താനാജി, അതുപോലെ പത്മാവതി, ഇങ്ങനെയൊക്കെ കുറേ സിനിമകൾ വന്നിരുന്നു. അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള സിനിമ, അക്ഷയ് കുമാറിൻ്റെ സിനിമ, ഇതെല്ലാം ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഛാവ എന്ന ചിത്രം. അത് ശിവാജിയുടെ മകനായ, ഛത്രപതി ശിവാജിയുടെ മകനായ സാംബാജിയെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് ഈ ഛാവ എന്ന ചിത്രം. ഒരു തിയേറ്റർ വാച്ച് മസ്റ്റായിട്ട് വേണ്ട ഒരു സിനിമയാണ് ഛാവ എന്ന ചിത്രം.